ഫ്രണ്ട്സ്, PSC നക്ഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് ബേസിക് സയൻസിന്റെ ടെക്സ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ PSC പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകം ബേസ് ചെയ്താണ് പരീക്ഷകളിൽ കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾക്ക് ചാപ്റ്ററിലോട്ട് പോകാം. സസ്യലോകത്തെ അടുത്തറിയാം. ഈ ഭാഗത്ത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ പഠിക്കാനുള്ളത്. കണ്ടൽ ചെടികളും അതിന്റെ ശ്വസന വേരുകളും. എന്താണ് കണ്ടൽ ചെടികൾ? ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? വാതക വിനിമയത്തിന് സഹായിക്കാനാണ് ഇതിന്റെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള വേരിനെ പറയുന്നതാണ് ശ്വസന വേരുകൾ. അപ്പോൾ കണ്ടൽ ചെടികളുടെ വേരുകളെ പറയുന്ന പേരെന്താണ്? ശ്വസന വേരുകൾ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം, ജീവജാലം. ഇതിൽ PSC പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളില്ല, എങ്കിലും ഒരു 2-3 പോയിന്റ് ഇവിടെ ഒന്ന് പഠിച്ചു പോകാം. ലീനം, ലായകം, ലായനി, അതായത് സൊല്യൂട്ട്, സോൾവൻ, സൊല്യൂഷൻ. എന്താണിത്? ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്താണ്? ലീനം, വെള്ളം ലായകവും കിട്ടുന്നതാണ് പഞ്ചസാര വെള്ളം ലായനി. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഭാഗത്ത് നോക്കിയത് ലീനം, ലായകം, ലായനി. മനസ്സിലായല്ലോ? ലയിക്കുന്ന വസ്തു ഏതാണ്? പഞ്ചസാര, അത് ലീനം. പിന്നെ ഏതിലോട്ടാണ് ലയിക്കുന്നത്? വെള്ളത്തിലോട്ട്. അപ്പോൾ അത് ലായകം. ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി ചോദിച്ച് ലീനം, ലായകം, ലായനി നമ്മൾ കേട്ടിട്ടുണ്ട്. ലീനം, ലായകം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജലത്തെ സാർവിക ലായകം എന്നാണ് അറിയപ്പെടുന്നത്. ജലത്തെ എന്താണ് അറിയപ്പെടുന്നത്? സാർവിക ലായകം. ഇനി നമ്മൾക്ക് സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം, അതായത് സോളാർ എക്ലിപ്സ്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ആണ് സോളാർ എക്ലിപ്സ് നടക്കുന്നത്. ഇവിടെ EMS എന്ന ഷോർട്ട് ഫോം മാത്രം പഠിച്ചു വെക്കുക. അതായത് എർത്തിനും സണ്ണിനും ഇടയിൽ മൂൺ വരുന്നത് EMS. ഇനി നമ്മൾക്ക് ചന്ദ്രഗ്രഹണം ഒന്ന് നോക്കാം. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ അത് ചന്ദ്രഗ്രഹണം. ഇവിടെ ഷോർട്ട് ഫോം MES. നമ്മൾ സൂര്യഗ്രഹണം പഠിച്ചു, EMS. ഇവിടെ MES. മൂണിനും സണ്ണിനും ഇടയിൽ ആര് വരും? എർത്ത്. അപ്പോൾ ഷോർട്ട് ഫോം എന്താണ്? MES. ഇനി നമ്മൾ നോക്കുന്നത് വിത്ത് വിതരണമാണ്. വിത്ത് വിതരണം എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റ് വഴിയും ജലം വഴിയും എല്ലാം വിത്തുകൾ പലയിടത്ത് കിളിക്കും. അത് ഏതൊക്കെ വിത്തുകളാണ് അങ്ങനെ കിളിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാറ്റുവഴി അപ്പുപ്പൻ താടി. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ അപ്പുപ്പൻ താടി കാറ്റുവഴി ഇങ്ങനെ പോകുന്നത്? അത് ഇങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. കാറ്റുവഴി നടക്കുന്നത് അപ്പുപ്പൻ താടി. പിന്നെ ജലം വഴിയുള്ളത് ഏതാണ്? തെങ്ങ് ജലം വഴി. ഇനി ജന്തുക്കൾ വഴിയുണ്ട്. അത് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. എന്തൊക്കെയാണ്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. വിത്തുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്നുണ്ട്. അത് വെണ്ട, കാശിത്തുമ്പ. പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? വെണ്ട, കാശിത്തുമ്പ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റുവഴി അപ്പുപ്പൻ താടി, ജലം വഴി തെങ്ങ്, ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, പൊട്ടിത്തെറിച്ച് വെണ്ട, കാശിത്തുമ്പ. കടൽ കടന്നെത്തിയ അതിഥികൾ. ഇവിടെ എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇവയുടെ എല്ലാം ജന്മദേശം അമേരിക്കയാണ്. ഏതിൻ്റെയൊക്കെയാണ്? കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇവയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. തേയിലയുടെ ജന്മദേശം ചൈന. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ. നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്?
തേയിലയുടെ ജന്മദേശം ചൈന, ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്, റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ. പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. റബ്ബറിന്റെ ജന്മദേശം ചോദിച്ചിട്ടുണ്ട്, കശുമാവും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മിസ്സാക്കരുത്, ഇത് പഠിക്കുക തന്നെ വേണം. ഊർജ സംരക്ഷണത്തെ കുറിച്ചുള്ള ചാപ്റ്ററാണ് അടുത്തത്. അതിൽ ഒരു പോയിന്റ് മാത്രമേ നമ്മൾക്ക് പഠിക്കുവാനുള്ളൂ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. പഠിക്കാൻ മറക്കണ്ട, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഇനി നമ്മൾക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന് നോക്കാം, ഏതാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഇനി വൃത്തിഹീനമായ വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇനി ഈച്ച മുഖേന ഏതൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? കോളറയും വയറിളക്കവും ഈച്ച വഴിയാണ് വരുന്നത്. ഇനി കൊതുക് നോക്കാം. കൊതുക് മുഖേന ഏതൊക്കെ അസുഖങ്ങളാണ് വരുന്നത് എന്ന്. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന പിടിപെടുന്ന അസുഖങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഈ ഭാഗം പഠിച്ചു തന്നെ പോവുക, പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ട് വിട്ടുകളയരുത്. ഇനി നമ്മൾക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കാം. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. ഏതു വർഷമാണ്? 1961 ഏപ്രിൽ 12. ഏതാണ് പേടകം? വോസ്റ്റോക്ക് 1. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ഇനി നമ്മൾക്ക് ബഹിരാകാശ വാരവും ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹവും ഒന്ന് നോക്കാം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഒന്നുകൂടെ നോക്കിക്കേ, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. ഏത് വർഷം വിക്ഷേപിച്ചത്? 1957 ഒക്ടോബർ 4. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഏതൊക്കെ സമയത്താണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്? ഒക്ടോബർ 4 മുതൽ 10 വരെ. ഇനി നമ്മൾക്ക് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഒന്ന് നോക്കാം. ആര്യഭട്ടയാണ്. ഏത് വർഷം? 1975. ഈ വർഷം പഠിക്കാൻ മറക്കരുത്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. വർഷം 1975. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം ഏത് വർഷമാണ് നടന്നത്? 1958. അതുകൂടി പഠിക്കുക. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958. ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. ഇതുകൂടി പഠിക്കുക, ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഇന്ത്യ നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ISROയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ISRO. അറിയാത്തവർ പഠിക്കണം. ഇനി അടുത്ത രാജ്യം നമുക്ക് നോക്കാം. USA നാസയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അറിയാത്തവർ പഠിക്കുക, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത രാജ്യം നോക്കാം. യൂറോപ്പ് ESA എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി. നമ്മളിപ്പോൾ പഠിക്കുന്നത് യൂറോപ്പാണ്. യൂറോപ്പ്. ESA എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജപ്പാനാണ്. ജപ്പാൻ JAXA. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. എന്താണ്? ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റഷ്യയാണ്. റഷ്യ RSA. എന്താണ് RSA? റഷ്യൻ സ്പേസ് ഏജൻസി അല്ലെങ്കിൽ
റഷ്യൻ ഫെഡറൽ ഏജൻസി. റഷ്യയുടെ എന്താണ്? RSA, റഷ്യൻ സ്പേസ് ഏജൻസി അല്ലെങ്കിൽ റഷ്യൻ ഫെഡറൽ ഏജൻസി. ഇനി നോക്കുന്നത് ചൈനയാണ്. ചൈന CNSA. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഒന്നുകൂടി പറയാം, ചൈന CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയുടെ ചന്ദ്രപരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22. ഒന്നുകൂടി പഠിക്കാം നമ്മൾക്ക്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ചന്ദ്രപരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ഏതൊക്കെയാണ്? ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ. ഈ 2 കാര്യവും പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചൊവ്വ ദൗത്യം മംഗൾയാൻ, സൗരദൗത്യം ആദിത്യ. ഡോക്ടർ സലീം അലി ലോകപ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങൾ ആണ്. ഏതൊക്കെയാണ് പുസ്തകങ്ങൾ? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാൻ മറക്കരുത്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലി. 5ാം ക്ലാസ് ബേസിക് സയൻസിലെ PSC പരീക്ഷയ്ക്ക് ആവശ്യമായ പോയിന്റുകൾ മാത്രം ചേർത്ത് തയ്യാറാക്കിയ വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പും ചാനലിൽ സ്കൂൾ പാഠപുസ്തകം ബേസ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. അറിയാത്ത പോയിന്റുകൾ എഴുതി തന്നെ പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ ചാനലാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.